ഹലോ, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്ന ഒരു ചിക്കൻ സൂപ്പാണ് കേട്ടോ. വിശന്നപ്പോൾ വൈകുന്നേരം ഇരുന്നപ്പോൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. വല്ല റൂട്ട് കനാലൊക്കെ ചെയ്തപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാനിതാ എന്തെങ്കിലും വിശപ്പടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സൂപ്പെങ്കിലും ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. 4 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അത് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളെടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ക്യാരറ്റും ഉള്ളിയും പിന്നെ ഒരു കോണും ഉണ്ടായിരുന്നു. അപ്പോൾ കോണ് ഞാൻ ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ അത് മാത്രമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ക്യാരറ്റും ഉള്ളിയൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതൊന്നും വേണ്ടി വന്നപ്പോൾ നമ്മൾ കോണും ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. കോണ് പിന്നെ അധികം നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി വെന്തതല്ലേ, അപ്പോൾ അത്ര സമയമൊന്നും വേണ്ട. പിന്നെ എളുപ്പമാണ് കേട്ടോ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് സൂപ്പ്. നമ്മുടെ അടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസും പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ആദ്യമേ ഞാൻ വേവിച്ച് വെച്ചതാണ്. ചിക്കനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇറച്ചി ഇങ്ങനെ നമ്മളിങ്ങനെ ഇടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് തോനെ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ചിക്കൻ വേവിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതിനാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത്. അപ്പോൾ അതിൽ തന്നെ ഉപ്പുണ്ട്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്ത് വന്നിട്ടില്ല. പിന്നെ ഞാൻ 2 കോഴിമുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അതായത് ചിക്കൻ്റെ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തവ കൊണ്ട് നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സെറ്റായി വരും. അപ്പോൾ അതിന് ശേഷം നമ്മളിത് കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ തിക്കായി വരും കേട്ടോ. തിക്കായി വരുമ്പോൾ കുറച്ച് മല്ലിയില പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു പോയി. പിന്നെയാണ് കേട്ടോ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ മല്ലിയില തൂവി കൊടുക്കുക. അപ്പോൾ നമ്മൾ സെറ്റായി. നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ചൂടോടെ ഊതി കുടിക്കുക. അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.